ഹലോ ഫ്രണ്ട്സ്, എന്ന് വന്നിരിക്കുന്നത് ഗംഭീരം പറഞ്ഞ ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമയാണ്. നമ്മൾ കളങ്കാവൻ്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം ജയസൂര്യയായിട്ടുള്ള ഒരു മൂവിയാണ്. ജയസൂര്യ ഇപ്പോൾ നല്ലപോലെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. കാരണം ആഴത്തിലേക്ക് ഒന്ന് വൻ വിജയം എടുത്ത് നിൽക്കുന്ന സമയമാണ്. എന്തായാലും അദ്ദേഹം ഒപ്പം ഒരു സിനിമ പ്രഖ്യാപിച്ചിരിക്കുന്നു. മായൻ പറഞ്ഞ സിനിമയാണ്. ഇപ്പോൾ അതിൻ്റെ റഷ്യയിലേക്ക് അതിൻ്റെ ഷൂട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് കണ്ടായിരുന്നു. എന്തായാലും ഗൈസ്, ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അതിൻ്റെ ആദ്യ ചാപ്റ്ററാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. കാരണം ഇപ്പോൾ മലയാളത്തിലൊരു കൈൻഡ് ഓഫ് ഒരു ട്രെൻഡ് സെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സിനിമയുടെയും ഫാസ്റ്റ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഇപ്പോൾ ലോകം വന്നപ്പോൾ നമുക്കൊരു ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് വന്നു. ഇനിയിപ്പോൾ അടുത്തത് അതിൻ്റെ ബാക്കി സിനിമകൾ വരും, 1-2 ആയിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെയും മിസ്റ്ററി ത്രില്ലറായിട്ട് നമ്മുടെ ജയസൂര്യനൊത്ത് ജിതിൻ കെ ജോസുമായിട്ട് ഒരു ത്രില്ലർ മൂവി വരും പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരിക്കും. കാരണം അദ്ദേഹം ജിതിൻ കെ ജോസിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കളങ്കാവൽ പോലുള്ളൊരു വലിയ ബ്രഹ്മാണ്ഡ ഹിറ്റ് പടം, ഇതിലെ ബ്ലോക്ക് ബസ്റ്റർ, ഇതിൽ മമ്മൂട്ടി എന്ന വ്യക്തിനെ ശരിക്കും എന്താ പറയുക എക്സ്പ്ലോയിറ്റ് ചെയ്യില്ലേ, ആ ഒരു ലെവലിലേക്ക് ചൂഷണം ചെയ്തൊരു നടനും കൂടിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ അത്രയും മഹമ്മാരി ലെവലിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുറുപ്പ് എന്ന മൂവിയുടെ ഒരു തിരക്കഥാകൃത്തും കൂടി ഇദ്ദേഹം ആയിരുന്നതിൽ ഇൻവോൾവ്മെൻറ്റ് ഇതൊക്കെയാണ് അതിൽ ഒരു ചരിത്രം. എന്തായാലും ജിതിൻ കെ ജോസിൻ്റെ ഒരു രണ്ടാമത്തെ ചിത്രം, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം എന്തായാലും ഗംഭീരമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഓഫ് ഒരു മാറ്ററിനെ കുറിച്ചിട്ട് ഭയങ്കര വലുതാണ്. കാരണം ഇപ്പോൾ ഈ അടുത്തൊരു കളങ്കാവിൽ തന്നെ വളരെ രസകരമായൊരു മിത്ത് പോലെ ഈ ട്രിവാൻഡ്രം ഭാഗങ്ങളിലുള്ളൊരു സംഭവമാണ്. അത് അദ്ദേഹം സിനിമാറ്റിക് ലെവലിൽ കൊണ്ടുവരികയും അത് അങ്ങനെ നമ്മുടെ സൈനൈഡ് അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യും. അത് ഭയങ്കര രീതിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ അങ്ങനെ അംഗീകരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് അന്നേരം ഒരു മിസ്റ്ററി ത്രില്ലിലേക്ക് കൊണ്ടുപോയി മായൻ പറഞ്ഞ സിനിമയെ കൂടിയാണ്. ആ പേരിൽ തന്നെ എൻ്റെ ഒരു കൈൻഡ് ഓഫ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലൊരു സംഭവമുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട് തന്നെ ഒരു പ്രേക്ഷക പിന്തുണ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അതിൻ്റെ ഒരു പോസ്റ്റേഴ്സൊക്കെ ഇവർ ഇറക്കിയായിരുന്നു. ഒരു രണ്ടും കൂടി ഇരുന്ന് ഈ സിനിമയുടെ ഭാഗമാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ ഇതിന് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റഷ്യയിലെ ഒരു ചെറിയ അങ്ങനെ ഒരു ക്രൂവിൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിശ്വസനീയമാണ്. കാരണം വെറും ഇതേ പടത്തിൻ്റെ പേരിട്ടിട്ട് പോകുന്നൊരു പരിപാടിയെല്ലാം പടം തുടങ്ങി. അപ്പോൾ എന്തായാലും ബാക്കി പറയുന്നത് ഇനി ജയസൂര്യ ഓൾറെഡി ഒരു സിനിമ വരാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കത്തനേർ പറഞ്ഞ സിനിമ, ബ്രഹ്മാണ്ഡ സിനിമ. ഹോളിവുഡിലൊക്കെ പോയിട്ടാണ് അവരുടെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്തു പറഞ്ഞിട്ട് ഓൾറെഡി ന്യൂസ് എല്ലാം അങ്ങ് പരന്ന് എന്താ പറയുക പന്തലിച്ച് നിൽക്കുന്ന സമയം. അന്നേരം അതൊരു വല്ലാത്തൊരു എൻട്രി ആയിരിക്കും. ആ എൻട്രിക്ക് മുമ്പ് തന്നെ പാപ്പനായിട്ട് വന്ന ആളെന്ന് കലക്കി മാറി. അത് ഭയങ്കര രസമായിരുന്നു. ശരിക്കും ജയസൂര്യനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണാൻ ഇഷ്ടം പാപ്പനായിട്ട് തന്നെയാണ്. വേറെ ഏതൊരു നമുക്കൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാപ്പനാകുമ്പോൾ ആളൊരു പ്രത്യേക വൈബിലേക്ക് ആ സിനിമ വരുന്നുണ്ട്. അതൊരു ഭയങ്കര രസമാണ് ശരിക്കും. പാപ്പൻ ജയസൂര്യയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മായം പറഞ്ഞ സിനിമ ഒരു സാങ്കേതിക വിദ്യകളുടെ കൊട്ടിഘോഷം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം വലിയൊരു സാധനം കൊണ്ടുവന്നാൽ ഈ മിസ്റ്ററി ത്രില്ലറൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം അതതിൻ്റെ ഒരു പെരുമയെല്ലാം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നി വരുന്നത്. അപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരണം. അപ്പോൾ കളങ്കാവൽ പോലൊരു സിനിമയല്ല, വേറൊരു ജോണറാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതും കൂടി വരുമ്പോൾ ഒരു പ്രത്യേകതരം കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരിക്കും. കൈൻഡ് ഓഫ് മ്യൂസിക്കിന് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കും. അതിന് സിനിമാറ്റോഗ്രാഫറിന് അങ്ങനെ ഒരുപാട് മേഖലകൾക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൂടും. ഓക്കെ, എക്സ്പെഷ്യലി ടെക്നിക്കലിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബ്രില്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ അതാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് സാങ്കേതികവിദ്യ അതിനെ പരീക്ഷിക്കാൻ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ജയസൂര്യൻ്റെ ഒരു സ്കെയിൽ ഓഫ് മൂവി എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ടാണ് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു സംഭവം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സെലക്ഷനൊക്കെ ആണെങ്കിലും ബാക്കി പണ്ടൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേക ജോണറിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസത്തിൽ അത് വർക്കൗട്ടാവുന്ന കാര്യം സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ചോയ്സ് നല്ല രസത്തിൽ പ്രേക്ഷകർക്ക് നല്ല പിന്തുണയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സിനിമ മായൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും പരിപാടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നിങ്ങളെപ്പോലെ തന്നെ. ഇനി ഇതിന് ബാക്കി ക്രൂ ആരാണ്, ഇനി ബാക്കി മ്യൂസിക് ആരാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സുഷിൻ ശ്യാമാണോ വരിക, അതിന് വല്ല വേറെ ആരും വരുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. കാരണം എനിക്ക് സുഷിൻ ശ്യാമിന് ഒരു പ്രത്യേക കൈൻഡ് ഓഫ് അത് ഒരു മ്യൂസിക്
മ്യൂസിക്കിൻ്റെ സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മ്യൂസിക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ബാക്കിയല്ല എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇഷ്ടമില്ലെന്നല്ല. ഈ അടുത്ത കാലത്ത് വന്നിട്ടൊരു വേറൊരു മ്യൂസിക്കായിട്ട് നമ്മുടെ ക്രിസ്റ്റോസ് സേവ്യർ ബ്രഹ്മയുഗത്തിലെ മ്യൂസിക്, അത് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശിഷ്യനായിരുന്നു സുശീഷാമിൻ്റെ. കാരണം പുലിക്കുണ്ടാതിരിക്കലും പോനിയാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ഭയങ്കര രസം. അപ്പോൾ അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ കിടന്ന് കളിയുണ്ട്. ഇപ്പം ലോക ചന്ദ്ര അതിലാണെങ്കിലും നല്ല അടിപൊളി മ്യൂസിക് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മ്യൂസിക്കിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അധികം കഴിവുറ്റ ആളുകൾ ഉള്ളതുകൊണ്ട് ഇനി പുറത്ത് പോകാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ എന്നാലും ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഇറക്കുമതി ചെയ്ത് ഇതിൽ ബാക്കിയുള്ള സാങ്കേതിക വിദ്യയൊക്കെ തന്നെ കൊണ്ടുവന്നത് വലിയ ഗംഭീരമായ സിനിമയൊക്കെ മാറ്റാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് വരണം. ഫസ്റ്റ് എന്തിനും പോസ്റ്റർ ഇറങ്ങണം, ഇപ്പം ടീസർ ട്രെയിലർ അനൗൺസ്മെൻറ്റ് റിലീസ് അനൗൺസ്മെൻറ്റ് അങ്ങനെ പേര് പരിപാടി ഇറക്കാനുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടർ പോസ്റ്റ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലത്തെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഈ സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ. കാരണം എന്താ ചെയ്യുക, ഒന്നാമത്തെ നമ്മുടെ ജിതിൻ ജോസ് എന്ന ആ ഒരു ഡയറക്ടറിൻ്റെ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷിച്ചത്. പിന്നെയാണ് ഈ സിനിമയുടെ പേര്, പിന്നെ നായകൻ വരുമ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക എപ്പോഴും ഒരു പുതുമയോട് നിൽക്കുന്ന മറ്റൊരു നായകൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരട്ടെ സിനിമയുടെ ഈ മറ്റുള്ള അപ്ഡേറ്റുകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഓരോന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ എന്തുണ്ടെങ്കിലും. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി വരട്ടെ, മറ്റുള്ള അപ്ഡേറ്റ് വരട്ടെ. എല്ലാവരും സേഫ് ആയിരിക്കുക. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.